ഗണപതി ക്ഷേത്രത്തിൽ കരിപ്രസാദം നിർമ്മാണം മറ്റൊരിടത്തേക്ക് മാറ്റിയെന്നുള്ള സുപ്രധാനമായ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്ഷേത്രത്തിന് സമീപത്തെ ദേവസ്വം ബോർഡ് കെട്ടിടത്തിന്റെ മുകളിൽ വൃത്തിഹീനമായ ഇടത്താണ് കരിപ്രസാദം നിർമ്മിക്കുന്നത്. അതേസമയം വൃത്തിഹീനമായ വാടക വീട്ടിലെ പ്രസാദ നിർമ്മാണത്തിൽ റിപ്പോർട്ട് തേടി ദേവസ്വം പ്രസിഡന്റ്. റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെടുക്കും. മനോജ് ചേരുന്നു. മനോജ്, പറയൂ ഏറ്റവും പുതിയ വിവരങ്ങൾ. രോഹിണി, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര ക്ഷേത്രത്തിൽ തന്നെ ഒരു കെട്ടിടത്തിന് മുകളിലാണ്. ദേവസ്വം ബോർഡിൻ്റെ കെട്ടിടത്തിന് മുകളിലാണ്. കഴിഞ്ഞ ദിവസമാണ് സമീപത്തെ വാടക വീട്ടിൽ നിന്നും കരിപ്രസാദ നിർമ്മാണം അത് കയ്യോടെ ഇവിടെയുള്ള ഭക്തജനങ്ങളൊക്കെ ചേർന്ന് പൊക്കിയത്. അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത്, അതായത് ക്ഷേത്രത്തിന് സമീപത്തുള്ള ഈ കെട്ടിടത്തിന് മുകളിൽ ഇപ്പോൾ കരിപ്രസാദ നിർമ്മാണം ഇവിടെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ അറിവോടെ, മേൽശാന്തിയുടെയൊക്കെ അറിവോടെ ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തുള്ള കാഴ്ചകളാണ്. അതായത് ഈ കരിപ്രസാദവും ചന്ദനവും ഇലകളിലാക്കുന്നു. ഈ സ്ഥലം എന്ന് പറയുന്നത് ഏറ്റവും മുകളിലത്തെ നിലയാണ്. ഒരു കെട്ടിടത്തിൻ്റെ മൂന്നാമത്തെ നിലയുടെ ഏറ്റവും മുകളിൽ ഇവിടെ കിടക്കുന്ന സാധനങ്ങൾ, ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ച സാധനങ്ങൾ, പലരുടെയും വസ്ത്രങ്ങൾ, അതോടൊപ്പം തന്നെ ഇവിടെ ഈ ക്ഷേത്രത്തിൽ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള മറ്റ് വേസ്റ്റുകളെല്ലാം ഇവിടേക്ക് മുകളിലേക്ക് ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സ്ഥലത്താണ് വീണ്ടും ഇത്രയും ഒരു ഗൗരവമായിട്ടുള്ള സംഭവം നടന്നിട്ട് പോലും ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു, വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കൃത്രിമമായി കരിപ്രസാദം നിർമ്മിക്കുന്നു എന്നുള്ള സംശയം തന്നെയാണ്. കാരണം ഇവിടെ നിന്നും കറുത്ത പൊടികൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ കറുത്ത പൊടികൾ, അതായത് പ്ലാസ്റ്റിക് കവറുകളിൽ നിറച്ച കറുത്ത പൊടികളിൽ ഈ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് സംശയം. ഇവിടെ എത്തിയപ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നതല്ലേ? അതെ, ഇവിടെ ഇങ്ങനെ ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു എന്ന് അറിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ, അകത്ത് പരിശോധന നടത്തിയപ്പോഴാണ് ഇങ്ങനെ റെഡിമെയ്ഡ് കവറുകൾ കരിപ്പൊടി നിറഞ്ഞ്, എന്താണെന്ന് അറിയില്ല, ഇതിനകത്ത് എന്താ ഏതൊക്കെ തരത്തിലാണ് നിർമ്മിച്ചത് അറിയത്തില്ല. എന്നാൽ പോലും വളരെ വിഷമുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് ഇങ്ങനെ നിർമ്മിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ. ഇത് വളരെ നല്ല രീതിയിൽ തിരട്ട പൊടിച്ച് ആ തരത്തിൽ ഗണപതി ഹോമത്തിന് സമയത്ത് ഉണ്ടാക്കേണ്ട ഒരു കരിപ്രസാദമാണ്. ഇത്തരത്തിൽ ഇങ്ങനെ വളരെ വൃത്തിഹീനമായ അല്ലെങ്കിൽ റെഡിമെയ്ഡ് പാക്കറ്റുകൾ ഇങ്ങനെ ഇവിടെ വീണ്ടും ഇന്നലെ വിഷയം ഉണ്ടായത് എല്ലാം അറിഞ്ഞ ശേഷം ഇത്രയും വലിയ വിവാദമായി കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടും ഈ തരത്തിൽ ഇങ്ങനെ ഒരു നിർമ്മാണം വീണ്ടും ആരംഭിച്ചത് ദൗർഭാഗ്യകരമാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വളരെ വിഷമമാണ്. ഇവിടെ ഇന്ന് മുതലാണെന്നുണ്ട് ഇവിടെ ഈ ഒരു നിർമ്മാണം ആരംഭിച്ചതല്ലേ? ഇന്നലെ വൈകുന്നേരം മുതൽ ആരംഭിച്ചു. ഈ റൂമിനുള്ളിലായിരുന്നു. ഈ റൂമിൽ നിന്ന് ഇന്നിങ്ങോട്ട് മാറ്റിയതാണ്. ഒരു പാ നൂത്തിട്ടെങ്കിലും സാമാന്യ മര്യാദയ്ക്ക് ചെയ്തുകൂടെ? ഒരു പാ നൂത്തിട്ട് ഭഗവത് നിവേദ്യമാണ്, ഭക്തന് കൊടുക്കേണ്ട സാധനമാണ് ഈ ഉണ്ടാക്കുന്നത്. ഈ റെഡിമെയ്ഡ് പാക്കറ്റ് പിടിച്ച് കരിച്ച് ഉണ്ടാക്കുന്നത് എന്തുണ്ടാക്കിയാലും വേണ്ടില്ല. ഒരു പാ നൂത്തിട്ട് അല്ലെങ്കിൽ ഒരു പേപ്പർ നൂത്തിട്ടിട്ട് ചെയ്തുകൂടായിരുന്നു. ഒരു സാമാന്യ മര്യാദയ്ക്ക് അത് ചെയ്യേണ്ടതല്ലേ? ഇത് ചെയ്യാതെ ഭക്തജനങ്ങളെ വഞ്ചിക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ ഈ പരിപാടി അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ നടപടികൾ നേരിടേണ്ടി വരും എന്നേ ഹിന്ദു ഐക്യവേദിക്ക് പറയാനുള്ളൂ. തീർച്ചയായും അതുതന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസം ഒരു സംഭവം കണ്ടെത്തി ിൽ നിന്നും ഈ പ്രസാദം കണ്ടെത്തിയിരിക്കുന്നു. എന്നാൽ അതിനെ തുടർന്ന് നടപടി സ്വീകരിക്കേണ്ട ഈ ഘട്ടത്തിൽ പോലും ക്ഷേത്രത്തിന് സമീപത്തുള്ള ഈ കെട്ടിടത്തിന് മുകളിലേക്ക് നിർമ്മാണ പ്രവർത്തനം മാറ്റി ഇവിടെ ഈ നെയ്യടക്കം എത്തിച്ചുകൊണ്ട് ഇവിടെ കരി പ്രസാദം ചാലിക്കുന്നു എന്നുള്ളതാണ്. അത് കൃത്രിമമായി നിർമ്മിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഗണപതി ഹോമത്തിന് ദർഭപുല്ലൊക്കെ കരിച്ചുകൊണ്ട്, അത് കരിച്ചാലിച്ചുകൊണ്ടാണ് ഈ പ്രസാദം നൽകേണ്ടത്. എന്നാൽ ഇങ്ങനെ ഒരു സ്ഥലത്ത്, അതായത് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം, ഈ ഇവിടെ വന്നിട്ടുള്ള വേസ്റ്റുകളെല്ലാം കൊണ്ട് കൂട്ടിയിട്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ കെട്ടിടത്തിന് മുകളിൽ, അതായത് ഇവിടെ ഈ ഉപയോഗം കഴിഞ്ഞ എല്ലാ സാധനങ്ങളും മാറ്റിയിടുന്ന സ്ഥലത്താണ് ഈ കരിപ്രസാദം നിർമ്മിക്കുന്നത് എന്നുള്ളതാണ്. അത് വളരെ വിഷമകരമായിട്ടുള്ള സംഭവം തന്നെയാണ്. ഇവിടെ ഓരോരുത്തരും അങ്ങനെ വിവരമറിഞ്ഞ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ തന്നെ ഇവിടെയുള്ള ആളുകൾ, താമസിച്ചിരുന്ന ആളുകൾ കിടന്നിരുന്ന അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിരുന്ന മെത്തയടക്കം ഉപയോഗം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തി ഭക്ഷണത്തിൻ്റെ പാത്രമടക്കം ഈ ഉപയോഗശൂന്യമായ വസ്തുക്കളെല്ലാം സൂക്ഷിക്കുന്ന ഇടത്ത് ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു എന്നുള്ളതാണ്. അതും ഈ കവറുകളിലാക്കിയ കറുത്ത പൊടി ഉപയോഗിച്ച് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നതാണ് ഇപ്പോൾ കണ്ടുപിടിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ഈ കറുത്ത പൊടി എന്തിനാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത് എന്നത് ദൃശ്യങ്ങൾ സഹിതം നമുക്ക് വ്യക്തമാണ്. കറുത്ത പൊടിയെ ചാലിച്ചു വച്ചിരിക്കുന്നത് ആ പാത്രത്തിലാണ്. ഈ പ്രസാദം ഭക്തരിലേക്ക് എത്തിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നും ഈ വിവരമറിഞ്ഞ് ഒരുപാട് ഭക്തർ ഈ വിഷമം നമ്മളോട് പങ്കുവച്ചിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും പഠിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം അവർ ഇവിടേക്ക് എത്തുമ്പോൾ അവരൊന്നും അറിയുന്നില്ല ഇത് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് അവരിലേക്ക് ഈ പ്രസാദം എത്തുന്നത് എന്നത്. പക്ഷേ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ കറുത്ത പൊടികൾ, അതായത് ഈ വാങ്ങിയ പൊടികൾ, അത് എന്ത് തരത്തിലുള്ള മിശ്രിതമാണ് ഇതിൽ ചാലിക്കുന്നത് എന്നൊന്നും തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കൂടുതൽ പരിശോധനകൾക്ക് ഇത് വിധേയമാക്കി
നോക്കിയാൽ മാത്രമേ അതായത് മനോജ്, എന്താണ് വൃത്തിഹീനമായ ഇതിൽ പരിസരത്ത് വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് ഈ ഭക്തർ എത്രത്തോളം വളരെ പരിപാവനമായി കരുതിയ ഈ കരിപ്രസാദം നിർമ്മിച്ചിരുന്നത്. വലിയ പ്രതിഷേധം ഉടലെടുത്തതിന് പിന്നാലെയാണ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയത്. പക്ഷേ അവിടെയും സ്ഥിതി വിഭിന്നമല്ല, അവിടെയും വൃത്തിഹീനമായ സാഹചര്യമാണ്. ഈ പ്രസാദം നിർമ്മിക്കാൻ എത്രത്തോളം പവിത്രമായ ഘടകങ്ങൾ വേണോ, പവിത്രമായ അന്തരീക്ഷം വേണോ, അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ബന്ധപ്പെട്ടവർ എന്ന് വേണം പുതിയ കാഴ്ചകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. അതിൽ ഗുരുതരമായിട്ടുള്ള വിഷയം മറ്റൊന്നുമല്ല, ഈ പ്രസാദം ഉണ്ടാക്കേണ്ടത് ദർഭപ്പുല്ല്, അതായത് ഈ ഗണപതി ഹോമത്തിന് ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ, അതായത് ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഈ പ്രസാദമായി ഉപയോഗിക്കേണ്ടത്. എന്നാൽ പുറത്തു നിന്നും എത്തിച്ചിട്ടുള്ള കവറുകളിലാക്കിയ കറുത്ത പൊടി ഇവിടെ ചാലിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അത് പരിശോധനയിലൂടെ എന്താണ് ഈ പൊടി എന്നുള്ളത് വ്യക്തമാവേണ്ടതുണ്ട്. എന്തായാലും ഇതിപ്പോൾ ചാലിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു പാത്രത്തിൽ ഈ കറുത്ത പൊടി നെയ്യും ആയി ബന്ധപ്പെട്ട് അതൊക്കെ ചേർത്തുകൊണ്ട് ഇങ്ങനെ ചാലിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് ഇലകളിലാക്കി താഴെ എത്തിച്ച് ക്ഷേത്രത്തിൽ വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഭക്തർ വിശ്വസിച്ച് ഇവിടെ ദർശനം നടത്തിയ ശേഷം ഈ പ്രസാദവും വാങ്ങി പോകുക എന്നുള്ളതാണ് കൃത്യമായും അറിയേണ്ടത്. കാരണം അവരൊക്കെ ചോദിക്കുന്നത് തന്നെയാണ്, എങ്ങനെ വിശ്വസിച്ചു. യെസ്, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ കരിപ്രസാദ നിർമ്മാണത്തിനുള്ള പുതിയ സ്ഥലവും വൃത്തിഹീനം. ക്ഷേത്രത്തിന് സമീപത്തെ ദേവസ്വം ബോർഡ് കെട്ടിടത്തിന്റെ മുകളിൽ വൃത്തിഹീനമായ ടെറസിലാണ് കരിപ്രസാദം നിർമ്മിക്കുന്നത്. അതേസമയം തന്നെ വൃത്തിഹീനമായ വാടക വീട്ടിലെ പ്രസാദ നിർമ്മാണത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ദേവസ്വം പ്രസിഡന്റ്. റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെടുക്കുമെന്നാണ് PS പ്രശാന്ത് പറഞ്ഞിരിക്കുന്നത്. മേൽശാന്തി വാടകയ്ക്കെടുത്ത വീട്ടിലാണ് പ്രസാദം കണ്ടെത്തിയത്. മനോജ് തുടരുകയാണ്. മനോജ്, കേൾക്കാമോ? തീർച്ചയായും അത് തന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസം ഒരു വാടക വീട്ടിൽ കണ്ടെത്തിയ ഈ ഒരു പ്രസാദം പിന്നീട് അവിടേക്ക് പോലീസ് എത്തുന്നു, കൂടുതൽ പരിശോധന നടത്തുന്നു. അവിടെ ആ മുറി തുറന്നുകൊണ്ട് പരിശോധന നടത്തുമ്പോൾ അവിടെ മദ്യക്കുപ്പികൾ അടക്കം കണ്ടെത്തുന്നു. അതിനു പിന്നാലെ ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ ഈ ക്ഷേത്രത്തിന് മുന്നിലുണ്ട്, ഭക്തരുടെ പ്രതികരണങ്ങൾ എടുക്കുന്നുണ്ട്. ആ സമയവും ഇവിടെ ഈ ക്ഷേത്രത്തിന് സമീപമുള്ള ഈ ദേവസ്വം ബോർഡിന്റെ തന്നെ അധീനതയിലുള്ള കെട്ടിടത്തിന് മുകളിൽ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ കാണുന്നത് ഇങ്ങനെയുള്ള ഈ കരിപ്രസാദം ഇവിടെ ഈ വൃത്തിഹീനമായിട്ടുള്ള സ്ഥലത്ത്, ഈ ഇവിടെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് നിർമ്മിക്കുന്നതാണ്. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞുകൊണ്ട് വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് ഭക്തരൊക്കെ നമ്മളോട് പ്രതികരിച്ചത്. മനോജ്, നമുക്കറിയാം, ഒരു ഭക്തരെ സംബന്ധിച്ചിടത്തോളം പ്രസാദം അത്രത്തോളം പവിത്രമാണ്, അമൂല്യമായിട്ടാണ് ആ ഒരു പ്രസാദത്തെ ഓരോ ഭക്തനും കാണുന്നത്. അങ്ങനെയുള്ള ഒരു പ്രസാദ നിർമ്മിക്കുമ്പോൾ എത്രത്തോളം പവിത്രമായ ഘടകങ്ങൾ അതിൽ ഉപയോഗിക്കണം, അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷത്തിൽ വേണം അതിൻ്റെ നിർമ്മാണം. പക്ഷേ ഇതൊക്കെയും ഒരു പരിഗണനയുമില്ലാതെ, ഭക്തരുടെ വികാരങ്ങളെ, വിശ്വാസത്തെ പോലും പരിഗണിക്കാതെ എന്തും ചെയ്തു കൂട്ടാമെന്ന നിലപാടിലാണ് ബന്ധപ്പെട്ടവർ ഉള്ളതല്ലേ? അതായത് വലിയ പ്രതിഷേധം ഉയർന്നിട്ട് പോലും സ്ഥലം മാറിയതല്ലാതെ ഒരു അന്തരീക്ഷവും മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിലാണ് സ്വാഭാവികമായും ഭക്തരല്ലേ? വളരെയധികം വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാൻ സാധിക്കുന്നത്. കാരണം അവരൊന്നും പ്രതീക്ഷിക്കുന്നില്ല അവർക്ക് ലഭിക്കുന്ന പ്രസാദം ഇങ്ങനെയാണ് നിർമ്മിച്ച് വരുന്നതെന്ന്. കാരണം ഈ കൃത്രിമമായി എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പ്രസാദം നിർമ്മിച്ച് വരുന്നതെന്ന്, കാരണം ഈ കൃത്രിമമായി എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പ്രസാദം നിർമ്മിക്കുന്നത്? ഇത്രയധികം ഭക്തർ ഇവിടേക്ക് എത്തുന്ന ശനിയാഴ്ച, ഞായറാഴ്ച ദിവസങ്ങളിൽ അവർക്ക് നൽകുന്ന ഈ ഒരു ഇന്ന് പലരെയും നമ്മൾ കണ്ടതാണ്, അവരൊക്കെ നെറ്റിയിൽ ആ കരിപ്രസാദം ചേർത്ത് ഇവിടെ നിന്ന് മടങ്ങുന്നത്. പക്ഷേ അവരിലേക്ക് എത്തുന്നത് ഇങ്ങനെയുള്ള പ്രസാദമാണ് എന്ന് അറിയുമ്പോഴുള്ള വിഷമം തന്നെയാണ് ഇവിടെയുള്ള ഓരോരുത്തരും പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഈ പൊടി കൊണ്ടാണ് ഇന്നും ഇവിടെ ദർശനത്തിന് ഒരുപാട് പേരെത്തി. അവർക്കൊക്കെ ലഭിച്ച പ്രസാദം ഇത് തന്നെ ആയിരിക്കും. വീണ്ടും വീണ്ടും ഭക്തജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന്റെ ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥരും അടക്കമുള്ള ഉദ്യോഗസ്ഥർ എടുക്കുന്നത്. ഇത് ഭക്തജനങ്ങളെ വീണ്ടും വീണ്ടും വഞ്ചിക്കുകയാണ്. ഇന്നലെ ഇത്രയും വിഷയമുണ്ട്, കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ വിവാദം. ആ വിവാദം കത്തി നിൽക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആ സമയത്ത് തന്നെ വീണ്ടും ഒരു മാനദണ്ഡവും പാലിക്കാതെ, ഒരു മര്യാദകളും പാലിക്കാതെ ഭക്തജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാട് വീണ്ടും വൃത്തിഹീനമായ സ്ഥലത്ത് പുനരാരംഭിച്ചിരിക്കുന്നു. ഒരു സ്ഥലം മാറ്റിയെന്നേ ഉള്ളൂ, ആ സ്ഥലം മാറ്റി മദ്യക്കുപ്പികൾ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർ വീണ്ടും വൃത്തിഹീനമായ സ്ഥലത്ത് റെഡിമെയ്ഡ് ഉമിക്കിരി പോലുള്ള ഏതോ ഒരു പൊടിയാണ് ഇത് കിടക്കുന്നത്. ഇതെന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമല്ല. ഇത് ഇങ്ങനെയല്ല. ഗണപതി ഹോമ സമയത്ത് തിടപ്പള്ളിയിൽ ഉണ്ടാക്കേണ്ട പ്രസാദമാണ് ഇത്തരത്തിൽ വളരെ വൃത്തിഹീനമായ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കറുത്ത കവറിലുള്ളത് ഇവിടെയുള്ള ജീവനക്കാർക്ക് തേക്കാനുള്ള ഉമിക്കരി ഒന്നും അല്ല എന്ന് മനസ്സിലായി. പാക്കറ്റുകൾ എന്തിന്? 1-2 ജീവനക്കാർക്ക് തേക്കാൻ 10-15 പാക്കറ്റുകൾ എന്തിന്? അതാണ് റെഡിമെയ്ഡ് ഉണ്ടാക്കി വെച്ചേക്കുന്നു. ആ തൊട്ടടുത്ത്
കെട്ടിടത്തിന് നിർമ്മാണം നടത്തി വെച്ചിരിക്കുകയാണ് കരിപ്രസാദത്തിന്റെ. അപ്പോൾ അത് വീണ്ടും ഭക്തജനങ്ങളെ വഞ്ചിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഞങ്ങൾ തീരുമാനിച്ചു, ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി ഭക്തജനങ്ങളെ കൂട്ടി ബഹുജന പ്രക്ഷോഭം ഞങ്ങൾ ആരംഭിക്കാൻ പോകും. യാതൊരു സംശയവുമില്ല. ദേവസ്വം വിജിലൻസിന്റെ പരിശോധന ഉണ്ടാകുമെന്നൊക്കെ പറയുമെങ്കിൽ പോലും വീണ്ടും ഇത് ആവർത്തിക്കും. അതെ, വീണ്ടും ഞങ്ങൾ ഇന്ന് രാവിലെ അസിസ്റ്റന്റ് കമ്മീഷണറെ ബന്ധപ്പെട്ടു. അവർ പറഞ്ഞിട്ടുള്ളത് ഇന്ന് അവധിയാണ്, ശബരിമലയിൽ പോയിരിക്കുകയാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ. അതുപോലെ തിങ്കളാഴ്ച രാവിലെ വിജിലൻസ് ഉദ്യോഗസ്ഥർ എത്തി വേണ്ട നടപടികൾ സ്വീകരിക്കും. അതുകൊണ്ട് ഒരു ഇതും ഉണ്ടാവില്ല, തീർച്ചയായും അടിയന്തര നടപടി ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞതിന് ഉറപ്പിലാണ് ഞങ്ങൾ സമരം പിൻവലിച്ചത്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ദേവസ്വം അധികൃതരെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു സംഭവം? ഞങ്ങൾ വന്നത് പിടികൂടിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ ബന്ധപ്പെടാൻ അധികാരികളെല്ലാം വിളിച്ചു വരുത്താൻ പോവുകയാണ്. ഇന്ന് ഇവിടെ ലീവാണെന്ന് പറഞ്ഞു. വളരെ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇവിടെ സ്ഥലത്തില്ല എന്ന് പറയുന്നു. മുട്ടപ്പൊക്കെ ന്യായം പറഞ്ഞു. ഇവിടെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. ഞങ്ങൾ വീണ്ടും ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണ്. തീർച്ചയായും വളരെയധികം വിഷമകരമായിട്ടുള്ള സംഭവം തന്നെയാണ് അവർ ഇപ്പോൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇതൊക്കെ. ഒരു ക്ഷേത്രത്തിൽ എത്രത്തോളം പവിത്രമായി നൽകേണ്ട ഒരു പ്രസാദം, അത് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം കരിപ്രസാദം അത്രയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. എന്നാൽ അത് നിർമ്മിക്കുന്നത് പോലും ഇങ്ങനെ വൃത്തിഹീനമായ സ്ഥലത്താണെന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ അതിൻ്റെ വിവരങ്ങൾ, അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം നമ്മൾ പുറത്തുവിട്ടതാണ്. അപ്പോഴൊക്കെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഒഴിഞ്ഞു മാറി. എന്നാൽ ഇന്ന് ഈ ക്ഷേത്രത്തിന് സമീപത്തുള്ള ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് തന്നെയാണ് വീണ്ടും ഈ കരിപ്രസാദ നിർമ്മാണം. മനോജ്, ഇപ്പോഴും പ്രതിഷേധം ശക്തമാണ്. ഈ പ്രതിഷേധം ശക്തമാകുമ്പോഴും അതേ പ്രസാദം തന്നെയാണോ വിതരണം ചെയ്യുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രതികരിച്ച വ്യക്തി പറഞ്ഞതുപോലെ തന്നെ ബന്ധപ്പെട്ടവരെ ഫോണിൽ വിളിച്ചപ്പോഴും കൃത്യമായ മറുപടി നൽകുന്നില്ല. വിജിലൻസുമായി ബന്ധപ്പെട്ടവരെ വിളിച്ചപ്പോഴും ഇന്ന് അവധിയാണ്, ശബരിമലയിൽ പോയിട്ടുണ്ട് തുടങ്ങിയ ന്യായീകരണമാണ് നൽകുന്നത്. എന്നാൽ അധികൃതർ ഏതെങ്കിലും തരത്തിലുള്ളൊരു വിശദീകരണം നൽകാൻ തയ്യാറാകുന്നുണ്ട്. കാരണം വിശ്വാസത്തെ വിൽപ്പനച്ചരക്കാക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു, പ്രതിഷേധം ശക്തമാകുന്നു, ഒരു നിസ്സംഗത, മൗനം തുടരുകയാണോ ബന്ധപ്പെട്ടവർ? തീർച്ചയായും അതുതന്നെയാണ്. അധികൃതരുടെ ഭാഗത്തുനിന്നും കൃത്യമായിട്ടുള്ള ഒരു മറുപടി ലഭിച്ചിട്ടില്ല ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്. എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ക്ഷേത്രങ്ങളിൽ നടക്കുന്ന തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ പുറത്താവുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ, ഇന്ന് നമ്മൾ പുറത്തുവിടുന്ന ഈ ദൃശ്യങ്ങൾ, ഇതെല്ലാം തന്നെ ഓരോ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ വിശ്വാസം അർപ്പിച്ച് അവരിങ്ങനെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ്, അവരോട് ദേവസ്വം ബോർഡ് കാണിക്കുന്ന സമീപനമാണ്. എന്തായാലും വളരെയധികം വിഷമം തന്നെയാണ് ഓരോരുത്തരും പങ്കുവയ്ക്കുന്നത്. അധികൃതരൊന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇവിടെ യൂണിയൻ നേതാവ് ചന്ദ്രചൂഡൻ്റെ ഭരണമാണ്. തൊഴിലാളി യൂണിയനാണ് ഇവിടെ, തൊഴിലാളി യൂണിയൻ. ആ യൂണിയൻ ഉണ്ടാക്കി വെച്ചേക്കുന്നവരോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ചെയ്തോ, നിങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, തിരുവാഭരണം വേണേലും ഞങ്ങൾ അടിച്ചുകൊണ്ട് വെക്കൂ, ഒന്നും സംഭവിക്കില്ല, നിങ്ങളെ ഒന്നും ചെയ്യില്ല എന്ന ഉറപ്പ് കിട്ടിയത് കൊണ്ടല്ലേ ഇന്നലെ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഇന്ന് ഇവിടെ ഇത് ചെയ്യുന്നത്. ഇത്രയും കൊടിയ അഴിമതിയും വേണ്ടായ്മയും കൊള്ളരുതായ്മയും കാണിക്കാൻ ഇവർക്ക് ആര് ധൈര്യം കൊടുക്കുന്നു? യൂണിയൻ നേതൃത്വം തന്നെ. ചന്ദ്രചൂഡൻ്റെ ഒരേ ഒരു നടപടിക്രമമാണ് ഈ വിഷയങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവാൻ കാരണം. തിരുമേനിമാർക്ക് തോന്നിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ, ഈ ഭക്തർക്ക് ഇത്രയും പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ ഈ കൊടിയ വേണ്ടായ്മ കാണിക്കാൻ, ഈ ഉമിക്കേരി കൊണ്ടുവന്ന് ഇവിടെ ചെയ്യാൻ ആര് ധൈര്യം കൊടുക്കുന്നു? യൂണിയൻ നേതൃത്വം തന്നെയാണ്. ദേവസ്വം ബോർഡ് ഇതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ, ഈ നിസ്സംഗമായ നടപടികൾക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്താൻ ഞങ്ങൾക്കറിയാം. കൃത്യമായ സമര നടപടികൾ ഉണ്ടാവുമെന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുകയാണ്. തീർച്ചയായും ഇത് ഉമിക്കരി തന്നെയാണോ എന്ന് പോലും നമുക്ക് വ്യക്തമല്ല. കാരണം ഇങ്ങനെ ഇത്രയധികം കവറുകൾ ഇവിടെ കൂട്ടിയിടേണ്ട കാര്യം എന്താണെന്ന് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലാണ് കരിപ്രസാദം നിർമ്മിക്കുന്ന സ്ഥലം മാറിയെങ്കിലും ആ വൃത്തിഹീനമായ അവസ്ഥയിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ടെറസിന്റെ മുകളിലാണിപ്പോൾ നിർമ്മാണം നടക്കുന്നത്. ഉമിക്കരി പോലുള്ള പദാർത്ഥം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിർമ്മാണം നടക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു പ്രസാദം നിർമ്മിക്കുമ്പോൾ പരിപാവനമായ പൂജാദ്രവ്യങ്ങളടക്കം ചേർത്തുകൊണ്ടാണ് ആ ഒരു പ്രസാദം നിർമ്മിക്കേണ്ടത്. പക്ഷേ മറ്റ് ചില രാസഘടകങ്ങളടക്കം ഈ പ്രസാദ നിർമ്മാണത്തിൽ ചേർക്കുന്നുണ്ടോ എന്നുള്ള സംശയം തന്നെയാണ് ബലപ്പെടുന്നത്. മനോജ് തുടരുകയാണ്. മനോജ്, വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് ഭക്തരുടെ തീരുമാനമല്ലേ? ഭക്തരുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത്. കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ്, അവരെല്ലാം തന്നെ ആ വീടിന് ചുറ്റും കൂടി അവരൊക്കെ ചേർന്നുകൊണ്ട് തന്നെയാണ് പരിശോധന നടത്തിയത്. നമ്മൾ അവരോട് ഓരോരുത്തരും ഈ പ്രതികരണങ്ങൾ
ചോദിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് ഇത് നമ്മൾ അവരോട് ഓരോരുത്തരോടും ഈ പ്രതികരണങ്ങൾ ചോദിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് ഇത് കൊട്ടാരക്കര ക്ഷേത്രങ്ങളിൽ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഈ കാലങ്ങളായിട്ട് തന്നെ ഇത്തരത്തിലുള്ള അഴിമതിയും ഈ തട്ടിപ്പും ഒക്കെ തുടർന്ന് വരികയാണ്. ഇനിയും ഇത് അനുവദിച്ച് നൽകാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഓരോരുത്തരും പറയുന്നത്. എന്തായാലും ദേവസ്വം അധികൃതരെ ഇവിടെയുള്ള ഈ ഭക്തജനങ്ങളൊക്കെ ചേർന്ന് വിളിക്കുകയാണ്. അവരോട് ഇങ്ങോട്ട് നേരിട്ട് എത്തുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഇന്നലെ നിർമ്മാണം നടന്ന സ്ഥലത്തു നിന്നും ഇത് എങ്ങനെ ഇവിടേക്ക് എത്തി എന്നുള്ളതും, അതായത് ഇവിടെ എങ്ങനെ പുതുതായി നിർമ്മാണം ആരംഭിച്ചു എന്നുള്ളതിനെ പറ്റിയും കൃത്യമായിട്ടുള്ള പരിശോധന വേണമെന്നുള്ളതാണ്. അതായത് ഇവിടെ ഓരോരുത്തർ ഉപയോഗിച്ചിട്ടുള്ള വസ്ത്രമടക്കം ഇവിടെ ഇട്ടിരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഈ തറയിലൊരു പാ പോലും വിരിക്കാതെ, അതായത് ഒരു പേപ്പർ പോലും വിരിക്കാതെ അവർക്ക് ഇരിക്കുവാനുള്ള സംവിധാനം മാത്രം ഒരുക്കിയ ശേഷം ഈ തറയിൽ വെച്ച് ഇത് നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. നമുക്കിത് ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുമ്പോൾ, അതായത് ഇന്ന് ഇവിടെ വൃത്തിയാക്കിയ ശേഷം, അതായത് ചെറിയൊരു സ്ഥലം മാത്രം വൃത്തിയാക്കിയ ശേഷം ഇവിടെ വെച്ച് നിർമ്മാണം ആരംഭിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇത് മുറിക്കുള്ളിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടെറസിന് മുകളിലോ നിർമ്മിക്കേണ്ട സാധനമല്ല. ഇതൊരു പ്രസാദമാണ്, ക്ഷേത്രത്തിൽ ഭക്തർക്ക് നൽകേണ്ട പ്രസാദമാണ്. ആ പാവനമായിട്ടുള്ള പ്രസാദം ഇത്തരത്തിൽ ഈ ചൂലടക്കം കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ച് നിർമ്മിച്ച് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ വിഷമകരമായിട്ടുള്ള സംഭവം തന്നെയാണ് ഓരോ ഭക്തരെ സംബന്ധിച്ചിടത്തോളം. ഒരു ക്ഷേത്രത്തിൽ എങ്ങനെയാണ്, അതായത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ വരുമാനം കിട്ടുന്ന ഒരു ക്ഷേത്രം കൂടെയാണ്. ആ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന, ഇവിടെ കാണിക്ക അർപ്പിക്കുന്ന ഒരു ഭക്തന് നൽകേണ്ട പ്രസാദം ഇങ്ങനെയാണോ നിർമ്മിക്കേണ്ടത് എന്നത് തന്നെയാണ് ഉയരുന്ന ചോദ്യം. ഭക്തരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ഈ ഒരു രോക്ഷം അത് ചെറുതല്ല. കഴിഞ്ഞ ദിവസം ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ അവരോരോരുത്തരും പ്രതികരിച്ചതാണ്. എങ്ങനെയാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇത് സഹിക്കാൻ കഴിയുക എന്നുള്ളത്. കാരണം മദ്യക്കുപ്പികളടക്കം ഇതിനിടയിൽ ഉണ്ടായിരുന്നു. അവർ അങ്ങനെ ആ രീതിയിലായിരുന്നു പ്രസാദം നിർമ്മിച്ച് ക്ഷേത്രത്തിനുള്ളിലേക്ക് എത്തിച്ചിരുന്നത്. ആ വീട് സീൽ പൂട്ടി അവിടെ അന്വേഷണം തുടരുമ്പോൾ മറ്റൊരു സ്ഥലത്ത്, അതായത് ക്ഷേത്രത്തിൻ്റെ തന്നെ തൊട്ടടുത്തായിട്ടുള്ള ഒരു കെട്ടിടത്തിന് മുകളിൽ വീണ്ടും ഈ നിർമ്മാണം ഇങ്ങനെ തുടരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ നിർമ്മിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതായത് നമുക്ക് അറിയാൻ സാധിച്ചത് കൂടുതൽ ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവർക്ക് ഈ കരിപ്രസാദം എത്തിക്കേണ്ടതുണ്ട്. അത് സാധാരണയായി ഗണപതി ഹോമം നടക്കുമ്പോൾ അവിടെ നിന്നുമാണ് അത് ചാലിച്ചുകൊണ്ട് അവർക്ക് നൽകേണ്ടത്. അല്ലെങ്കിൽ തിടപ്പള്ളിയിൽ വെച്ചോ ക്ഷേത്രത്തിന് ഉള്ളിലെ ഏതെങ്കിലും വൃത്തിയുള്ള സ്ഥലത്ത് വെച്ചോ നിർമ്മിച്ച് നൽകേണ്ടതാണ്. പക്ഷേ ഇത്തരത്തിൽ കൃത്രിമമായി നിർമ്മിക്കേണ്ട ആവശ്യകത എന്ത് എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഉയരുന്ന ചോദ്യം. അങ്ങനെ കൃത്രിമമായി നിർമ്മിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇവിടെ എത്തുന്ന ഭക്തരെ വഞ്ചിതരാക്കുന്ന ഒരു നടപടി തന്നെയാണ്. വഞ്ചിക്കുകയാണല്ലോ ഇവിടെ എത്തുന്നത്. തീർച്ചയായിട്ടും വഞ്ചിക്കുകയാണ്. ഇവിടെ എത്തുന്ന ഭക്തരെ അവരുടെ കാശ് വഞ്ചിക്കുകയാണ്. അവർ വഞ്ചിക്കുകയാണ്. ഇവിടെ ചേട്ടൻ പോലും ഇന്ന് കരിപ്രസാദം ഇട്ടിട്ടുണ്ട്. അത് എങ്ങനെ കിട്ടിയതാണെന്ന് പോലും ഇത് ഞാൻ വല്ല തമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന വേറെ ഇവിടെ എത്തുമ്പോൾ ഇടാൻ വേണ്ടി ആശങ്കയാണല്ലോ. ഇന്നിടത്തില്ല. ഇന്നലെ അത് കണ്ടുകൊണ്ട് ഇന്നിടത്തില്ല. ഇപ്പൊ കാണുമ്പോൾ എന്ത് തോന്നുന്നു? ഇവിടെ ഇത് കാണുമ്പോൾ വൃത്തികരമായ സ്ഥലത്ത് വൃത്തിയായിട്ടുള്ള സാധനമല്ലേ ചെയ്യുന്നത്. ഇതാരെങ്കിലും ഇടാൻ കൊള്ളാമോ? ആർക്കെങ്കിലും നെറ്റിയിടാൻ കൊള്ളാമോ? കൊള്ളത്തില്ലല്ലോ. നെറ്റിയിട്ട് എന്തെങ്കിലും പൊള്ളൽ വന്നാൽ തന്നെ ആര് സമാധാനം പറയും? അനീഷ കൊണ്ടുപോലേ അത്. ഉദ്യോഗസ്ഥരാരും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല ഇതുവരെ. ആരും വന്നിട്ടില്ല. ഇത്ര നേരം ആൾക്കാരും വന്നിട്ടില്ല. തീർച്ചയായും ഇവിടെ ഓരോരുത്തരും, അതായത് ഭക്തർ ഓരോരുത്തരും വിവരം പറഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഉദ്യോഗസ്ഥരാരും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കെട്ടിടം എന്നുള്ള നിലയിൽ ഇവിടേക്ക് അനുമതിയില്ലാതെ കയറാൻ പാടില്ല എന്നുള്ള കാര്യമൊക്കെ ഇവിടെ ഉയർന്നു വരും. മനോജ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞിരിക്കുന്നതിന് കൃത്യമായ നടപടി ഉണ്ടാകും, വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്നു എന്നാണ്. എന്നിട്ട് പോലും വലിയ പ്രതിഷേധം ഉടലെടുത്തു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളമാകെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്, ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. സ്വാഭാവികമായും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്ന് മുഖം രക്ഷിക്കാൻ കുറച്ച് ദിവസത്തേക്കെങ്കിലും വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ അതിൻ്റെതായ ചുറ്റുവട്ടങ്ങളോടെ നിർമ്മിക്കാറുണ്ട്. അതിലേക്ക് ബന്ധപ്പെട്ടവർ മുഖം രക്ഷിക്കാനെങ്കിലും കടക്കാറുണ്ട്. പക്ഷേ ഇവിടെ അതുപോലും സംഭവിച്ചിട്ടില്ല. ഒരു നിസ്സംഗത, ഇങ്ങനെയൊക്കെ മതി എന്നുള്ള ഒരു നിലപാട്. നേരത്തെ ആ വ്യക്തി പ്രതികരിച്ചതുപോലെ തന്നെ, BJP പ്രവർത്തകൻ പ്രതികരിച്ചതുപോലെ തന്നെ, തൊഴിലാളി യൂണിയന്റെ ഭരണമാണ്. ദേവസ്വം ബോർഡിന് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത തരത്തിൽ ആ തൊഴിലാളി യൂണിയന്റെ ഒരു ഭരണമാണ് അവിടെ നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തന്നെയാണ് നമുക്കിപ്പോൾ കാണുന്നത്. ഈ ദേവസ്വം ബോർഡ് കെട്ടിടത്തിന് മുകളിൽ തന്നെ സിഗരറ്റ് അടക്കം കിടക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ സിഗരറ്റും ഈ കെട്ടിടത്തിന് മുകളിൽ തന്നെ സിഗരറ്റ് അടക്കം കിടക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ സിഗരറ്റും ഈ ചില ഇവിടെ എത്തിച്ചിരിക്കുന്ന ഉപയോഗശൂന്യമായ വസ്തുക്കളടക്കം കിടക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടെ ഈ നിർമ്മാണം നടക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ജീവനക്കാർ എന്തൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് എന്നതിനെ പറ്റിയിട്ട് കൃത്യമായും അന്വേഷിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു
വരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ നടപടി എടുക്കുമെന്ന് പറയുന്നത് ഇതിന് സമീപത്തുള്ള വാടക വീട്ടിൽ നിർമ്മിച്ച ഈ പ്രസാദത്തെ പറ്റിയുള്ള സംഭവത്തിലാണ്. അത് കണ്ടെത്തിയ മദ്യക്കുപ്പികളടക്കം കണ്ടെത്തിയ സംഭവത്തിലാണ്. എന്നാൽ അതിനുശേഷം ഈ ക്ഷേത്രത്തിന് സമീപം തന്നെ മറ്റൊരിടത്ത് ഇത് കണ്ടെത്തുമ്പോൾ ഇതിൽ വീണ്ടും നടപടി എടുക്കുമോ എന്നുള്ള ചോദ്യം തന്നെയാണ്. അത് ആർക്കെതിരെയാണ് നടപടി എടുക്കേണ്ടത് എന്നുള്ള ചോദ്യം തന്നെയാണ് ഉയരുന്നത്. കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ഈ വിവരം അറിഞ്ഞുകൊണ്ട് അവരൊക്കെ ഇവിടെ പരിശോധന നടത്തുകയാണ്. പരിശോധന നടത്തുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന 2 പേർ, അതായത് ജീവനക്കാർ ഇവിടെ നിന്നും എണീറ്റ് താഴേക്ക് പോയി എന്നുള്ളതാണ്. ഇവിടെ നിർമ്മാണ പ്രവർത്തനം തുടർന്നു കൊണ്ടിരുന്ന ആളുകൾ ഇറങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് പോയി. ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം. ഒരു ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ക്ഷേത്രം, ആ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരറിയാതെ, മേൽശാന്തി അറിയാതെ ഇത്തരത്തിലൊരു നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടക്കില്ല. ഇത് കഴിഞ്ഞ ദിവസവും നമ്മൾ ഈ ഉയർത്തിക്കാട്ടിയ വിഷയം തന്നെയാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ ദേവസ്വം ബോർഡ് ശ്രമിച്ചു. എങ്കിൽ പോലും ഇന്ന് ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ ഒരു സംഭവം, അത് ക്ഷേത്രത്തിലെ കെട്ടിടത്തിന് മുകളിൽ, ഈ ദേവസ്വം ബോർഡിന്റെ കെട്ടിടത്തിന് മുകളിൽ നടക്കുന്ന സംഭവം ദേവസ്വം ബോർഡിന് അറിയില്ല എന്ന് പറഞ്ഞാൽ അതിൽ കൃത്യമായ ഉത്തരം ഇവിടെയുള്ള ജനങ്ങൾ നൽകുമെന്ന് തന്നെയാണ്. കാരണം അത്രയധികം വൃത്തിഹീനമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ നിർമ്മാണ പ്രവർത്തനം വീണ്ടും തുടരാൻ എങ്ങനെ ധൈര്യം വന്നു എന്നുള്ളത് തന്നെയാണ് ചോദിക്കുന്നത്. ഇന്നലെ തന്നെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും ചർച്ച ചെയ്ത വിഷയമാണ്. എങ്കിൽ പോലും അതിലൊരു മാറ്റം വരുത്തുവാൻ ഇവിടെ ദേവസ്വം ബോർഡോ ഇവിടെയുള്ള ജീവനക്കാരോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ യൂണിയൻ ഭരണമാണ് എന്നുള്ള കാര്യമാണ് ഇവിടെയുള്ള ഭക്തജനങ്ങളൊക്കെ പറയുന്നത്. വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ ഓരോരുത്തരും നമ്മളെ അറിയിക്കുന്നത്. എന്തായാലും ഇതിലൊക്കെ തന്നെ മറുപടി പറയേണ്ടത് ദേവസ്വം അധികൃതരാണ്. അതോടൊപ്പം തന്നെ ഈ ദേവസ്വം മന്ത്രി. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ കരിപ്രസാദം നിർമ്മാണത്തിലുള്ള പുതിയ സ്ഥലവും വൃത്തിഹീനം. ക്ഷേത്രത്തിന് സമീപത്തെ ദേവസ്വം ബോർഡ് കെട്ടിടത്തിന്റെ മുകളിൽ വൃത്തിഹീനമായ ടെറസിലാണ് പ്രസാദം നിർമ്മിക്കുന്നത്. ഇതേ വാർത്തയിലേക്ക് തിരികെ എത്താം, ഒരു ചെറിയ ഇടവേള കഴിഞ്ഞ്. ICL FinCorp അവതരിപ്പിക്കുന്നു 9% പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ. വെറും 75 പൈസ പ്രതിമാസ പലിശ. ഉയർന്ന മൂല്യം, കുറഞ്ഞ പലിശ, അതിവേഗം, വിശ്വാസയോഗ്യമായ സേവനം. ICL FinCorp ഗോൾഡ് ലോൺ, ദി ഇന്റലിജന്റ് ചോയ്സ്. നരേൻ, നിങ്ങൾ F1-ൽ ഫാസ്റ്റായി കാർ ഓടിക്കുമോ? I am നരേൻ കാർത്തികേയൻ. ഉത്സവത്തിന് നമ്മൾ 2 പേരും ഡ്രൈ ഫ്രൂട്ട്സോ സ്വീറ്റ്സോ വാങ്ങാൻ പോയാൽ ആരാ ആദ്യം എത്തുക? നിങ്ങളെക്കാൾ ക്വിക്കായി. ചീറ്റിംഗ്. നോ, ട്രീറ്റിംഗ്. വേഗം ജിയോ മാർട്ടിൽ വരൂ. ജിയോ ഉത്സവം ആഘോഷിക്കൂ. കിടിലൻ ഡീൽസ്, പിന്നെ അടിപൊളി റേഞ്ച്, പിന്നെ ടപ്പേന്നുള്ള ക്വിക്ക് ഡെലിവറി. കാരണം ഇന്ത്യക്ക് വേണം അധികം. ചിരിച്ചോ പുഴുപ്പല്ലൊക്കെ വന്നല്ലോ. ഒരു നാൾ നമുക്കും വരും ലാലേട്ടാ. കുഴപ്പമില്ലാത്ത കാലം, പല്ലുവേദന ഇല്ലാത്ത കാലം, അതെ വയനാട്ടം ഇല്ലാത്ത കാലം. അതിനെ ചെയ്യണം. ഡെയിലി ബ്രഷ് ബിഫോർ ബെഡ് ചെയ്യാറുണ്ടോ? കേടായ പല്ലുകൾ നമുക്ക് ശരിയാക്കണ്ടേ? അതിന് ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്, enriched with active calcium to redeposit the lost calcium in teeth. നിങ്ങളുടെ കേടായ പല്ലുകളെ ശരിയാക്കി എടുക്കാന്നേ. തിരികെ വാർത്തയിലേക്ക്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ കരിപ്രസാദ നിർമ്മാണത്തിലുള്ള പുതിയ സ്ഥലവും വൃത്തിഹീനം. ക്ഷേത്രത്തിന് സമീപത്തെ ദേവസ്വം ബോർഡ് കെട്ടിടത്തിന്റെ മുകളിൽ വൃത്തിഹീനമായ ടെറസിലാണ് പ്രസാദം നിർമ്മിക്കുന്നത്. പ്രസാദം കൃത്രിമമായി നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള കറുപ്പ് നിറമുള്ള പൊടിയും കണ്ടെത്തി. മനോജ് തുടരുകയാണ്. മനോജ്, ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കറുപ്പ് നിറമുള്ള പൊടിയടക്കം അവിടെയുണ്ട്. ഏത് തരത്തിലാണോ ഇങ്ങനെയുള്ള ഒരു പ്രസാദം നിർമ്മിക്കേണ്ടത്, അതിൽ പവിത്രമായ ചില ഘടകങ്ങൾ ചേർക്കേണ്ടതുണ്ട്. അത്രത്തോളം തന്നെ വൃത്തിയുള്ള അന്തരീക്ഷത്തിലാണ് അത് നിർമ്മിക്കേണ്ടത്. പക്ഷേ ഭക്തരുടെ വിശ്വാസത്തെ പോലും ഹനിക്കുന്ന, അവഹേളിക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തിനും ഉണ്ടായതല്ലേ? ഇപ്പോൾ ഒരു വിഷയത്തിൽ ശ്രീ കിരൺ കാളിദാസ ഭട്ടതിരി നമ്മോടൊപ്പം ചിരിക്കുകയാണ്. ഇവിടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അതേ സംഭവം തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ചിരിക്കുന്നത്. സ്ഥലം മാറി എന്ന് മാത്രമാണ്. പക്ഷേ
ആ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ, വൃത്തിയുള്ള അന്തരീക്ഷത്തിലാണ് ഇതിന് നിർമ്മാണം നടത്തേണ്ടത്. പക്ഷേ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് ഇപ്പോഴും നിർമ്മാണം നടക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ കാണുന്നു താങ്കൾ? ക്ഷേത്ര നിയമപ്രകാരം, തന്ത്രശാസ്ത്രപ്രകാരം അങ്ങേയറ്റം തെറ്റാണ്, നികൃഷ്ടമാണ്. വാസ്തവത്തില് ക്ഷേത്ര ആരാധനയെ കുറിച്ച് ഒരു നിശ്ചയമില്ലെന്ന് തോന്നിപ്പോവാ ഈ ബന്ധപ്പെട്ട ആൾക്കാർക്കൊന്നും തന്നെ. കാരണം ഈ ശാസ്ത്രം പറയുന്നത് ഈ ശ്രീകോവിലും മണ്ഡപവും തിടപ്പള്ളി മൂന്നും ഒരേ റേഞ്ചിൽ നിൽക്കുക, ഒരേ ശുദ്ധത്തിൽ നിൽക്കുകയാണ്. ഇത് ദേവന്റെ ശരീരഘടനയിൽപ്പെടുന്നതാണല്ലോ ഈ ക്ഷേത്രം. അങ്ങനെ വരുമ്പോ അതിന്റെ ഒരു പ്രത്യേക സങ്കേതമല്ലേ ഈ തിടപ്പള്ളി എന്ന് പറഞ്ഞാൽ. അവിടെ വെക്കുന്നതൊക്കെ നേദിക്കണം, പിന്നെ അത് വെക്കുന്ന അങ്ങേയറ്റം പരിശുദ്ധമായിട്ടായിരിക്കണം. എന്നിട്ട് പോലും വലിയ ക്രിയ ചെയ്ത് ശുദ്ധീകരിച്ചാണ് നേദിക്കുന്നത് ഈ ദേവനെ. അപ്പൊ അങ്ങനെയുള്ളപ്പോ ക്ഷേത്ര സങ്കേതത്തിന്റെ നാലമ്പലത്തിന് പുറത്തു പോകാനേ പാടില്ല ഈ സാധനം, ഈ നേദ്യം വെക്കുക എന്ന് പറയുന്നത്. അത് ജനങ്ങളെ കബളിപ്പിക്കലാണ്, ഭക്തജനങ്ങളെ. ഇത് തനി ശാസ്ത്രവിരുദ്ധമാണ്. ഇത് ജനത്തിന് മുഴുവൻ ദോഷകരമാണ്. മാത്രമല്ല ഈ ജനങ്ങൾക്ക് ഈ ദേവസ്വം ബോർഡ് പോലുള്ള പ്രസ്ഥാനങ്ങള് ഇത് അങ്ങേയറ്റം ഒരു ഈ ക്ഷേത്രത്തിനോട് ഒരു ഗൗരവം കാണിക്കുന്നില്ലെന്ന് തോന്നിപ്പോവാണ്. ഇത് വലിയ ശ്രീ അക്കിരമൺ കാളിദാസ ഭട്ടതിരിപ്പാട്, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ തിടപ്പള്ളിയിൽ വേണം ഇതിന്റെ നിർമ്മാണം. കാരണം അത്രത്തോളം പവിത്രമാണ് ഒരു പ്രസാദം, പ്രത്യേകിച്ച് ഈ കരിപ്രസാദം ഗണപതി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം പരിപാവനമാണ്.